കുട്ടി പോയില്ലേ? എന്റെ ഒരു പരിചയക്കാരൻ അങ്ങോട്ട് വന്നത്. ഞാൻ അയാളെ ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. സാധനം കിട്ടിയോടാ? ആ കിട്ടി, ഇതിനകത്തുണ്ട്. അല്ല, മറ്റേ ആയുർവേദം കഴിക്കുമ്പോഴേ മദ്യം സേവിക്കാൻ പറ്റുമോ സാറേ? കുഴപ്പമില്ലടാ, നീ എടുക്ക്. എത്രയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. ആ കഥവും നോക്കി. എടാ പോയി ഡോർ അടയ്ക്കട. ഓ, അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയായി. താനാണ് ഇയാളെ എന്ന് ബെഡ്റൂമിലേക്ക് അയച്ചതല്ലേ? അതേപറ്റി എനിക്കൊന്നും അറിയില്ല. ഞാൻ പറയുന്നൊന്നും ഇയാൾക്ക് മനസ്സിലാവുന്നില്ലല്ലേ? നിനക്കും മനസ്സിലായില്ലടാ. എന്താ എനിക്ക് പറ്റിയത്? ആരെങ്കിലും കൈയും കാലും തല്ലിയോടിച്ച് ഇതിനകത്ത് ഇട്ടതാണോ? നെറ്റിയിൽ മുറിവൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായതാ. എങ്ങനെ ഉണ്ടാവാതിരിക്കും? അതുപോലല്ലേ കയ്യിലിരിപ്പ്. പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ട് തനിക്ക് എന്ത് കിട്ടുവടോ? തന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. അല്ല, കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നോ? ഓ, ഒന്നും അറിയാത്ത പോലെ. കല്യാണം കഴിഞ്ഞെന്ന് മനസ്സിലായിട്ടല്ലേ എന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഇവൻ എന്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടത്. അതേപറ്റി എനിക്കൊന്നും അറിയില്ല. എന്നാ എനിക്കെല്ലാം അറിയാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഇവനെ എന്റെ ബെഡ്റൂമിലേക്ക് കയറ്റിയിട്ട് ആ വീട്ടിലുള്ളവരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. പക്ഷെ എന്നെ കല്യാണം കഴിച്ച ആള് നിന്നെയൊക്കെ പോലെ അല്ലാത്തതുകൊണ്ടും വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്നെ പോലൊരു പെണ്ണ് തെറ്റ് ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടും നിന്റെയൊക്കെ പദ്ധതി പൊളിഞ്ഞുപോയി. എന്നിട്ടിപ്പോ ഒന്നും അറിയാത്തതുപോലെ നടക്കുക. എനിക്കിപ്പോ ചോദിക്കാനും പറയാനും ആളുണ്ട്. അതുകൊണ്ട് തന്റെ വേലത്തിലൊക്കെ കൈ വെച്ചാ മതി. അന്ന് കരണത്ത് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ. പല പെണ്ണുങ്ങളുടെയും കയ്യിൽ നിന്ന് തല്ലെറിന്ന് വാങ്ങാതെ മര്യാദക്ക് ജീവിക്കണം. എടാ, നിന്നെ കണ്ടിട്ട് അവൾ ഇങ്ങോട്ട് വന്നത്. എടാ, നീ എന്തിനാണ് അവളുടെ മുമ്പിൽ പോയി ചാടി കൊടുത്തത്? ഞാൻ അവളെ കണ്ടില്ല സാറേ. അല്ല, അവൾ ഇങ്ങോട്ട് കയറി വരുമെന്ന് ആര് കണ്ട്? എടാ, അവളെ പേടിച്ചിട്ടാ ഇവിടെ വന്ന് കിടക്കുന്നത്. അവളിപ്പോ ഇവിടെ വന്നു.